നമസ്തേ, എല്ലാവർക്കും എൻട്രി ഇൻ ഫ്യൂച്ചർ PSCയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഭൗതികശാസ്ത്രത്തിൻ്റെ ശാഖകളെ പറ്റിയാണ്. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഭൗതിക വസ്തുക്കളെയും ഊർജത്തെയും കുറിച്ചുള്ള പഠനമാണ് ഭൗതികശാസ്ത്രം. എന്താ പറയുന്നത്? മാറ്റേഴ്സിനെയും എനർജിയെയും കുറിച്ചുള്ള പഠനത്തെയാണ് ഭൗതികശാസ്ത്രം എന്ന് പറയുന്നത്. നമ്മുടെ ആദ്യത്തെ വാക്ക് ശ്രദ്ധിക്കുക, ഭൗതിക വസ്തുക്കളെയും. അപ്പോൾ ഈ ഭൗതിക വസ്തുക്കൾ എവിടെയാണ് കാണുന്നത്? ഭൗതികശാസ്ത്രം. അപ്പോൾ ആദ്യത്തെ വേർഡ് ഓർത്ത് വെച്ച് നമുക്കിത് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്ത രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഭൗതികശാസ്ത്രത്തിലെ പ്രധാനപ്പെട്ട രണ്ട് ശാഖകളാണ് ഒന്ന് മോഡേൺ ഫിസിക്സും ക്ലാസിക്കൽ ഫിസിക്സും എന്ന് പറയുന്നത്. രണ്ട് ശാഖകളുണ്ട്, ഒന്ന് മോഡേൺ ഫിസിക്സും ക്ലാസിക്കൽ ഫിസിക്സും. അടുത്ത് നമുക്ക് എന്താണ് മോഡേൺ ഫിസിക്സ് എന്ന് നോക്കാം. 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതൽ ഉയർന്നു വന്ന ഭൗതികശാസ്ത്രത്തെ ആശയത്തെ ഇതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ മോഡേൺ ഫിസിക്സിനെ നമുക്ക് രൂപം കിട്ടിയിട്ടുണ്ട്. ഞാൻ എന്താണെന്ന് നോക്കാം. ആപേക്ഷികത, ക്വാണ്ടം മെക്കാനിക്സ് എന്നീ രണ്ട് സിദ്ധാന്തങ്ങളെ കേന്ദ്രീകരിച്ചുള്ള പഠനമാണ് മോഡേൺ ഫിസിക്സ് എന്ന് പറയുന്നത്. മോഡേൺ ഫിസിക്സ് എന്ന് പറയുമ്പോൾ മോഡേൺ, അപ്പോൾ നമ്മൾ ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച് നമുക്ക് ആ ഒരു ബേസ് ചെയ്ത് വെച്ച് നമുക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എന്താണ് ക്ലാസിക്കൽ ഫിസിക്സ് എന്നുള്ളതാണ്. ക്ലാസിക്കൽ ഫിസിക്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ചലനത്തിൻ്റെയും ഗുരുത്വാകർഷണത്തിൻ്റെയും വ്യത്യസ്ത നിയമങ്ങളുമായി ബന്ധപ്പെട്ട ഭൗതികശാസ്ത്ര ശാഖയാണ് ക്ലാസിക്കൽ ഫിസിക്സ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ആകാശഗോളങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും ചലനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ മനുഷ്യൻ ആദ്യമായി, അതായത് നമ്മളെപ്പോലുള്ള മനുഷ്യർ ആദ്യമായി വികസിപ്പിച്ചെടുത്ത ശാസ്ത്രശാഖയാണ് ക്ലാസിക്കൽ ഫിസിക്സ് എന്ന് പറയുന്നത്. അതായത് ഓരോ ചലനത്തിനെ, അതായത് ഇവിടെ പറയുന്നത് മോഷൻ ആൻഡ് ഗ്രാവിറ്റേഷൻ കുറിച്ചുള്ള അതിൻ്റെ വ്യത്യസ്ത നിയമങ്ങളെ ബന്ധപ്പെട്ടിട്ടുള്ള ഭൗതിക ശാസ്ത്രശാഖയാണ് ക്ലാസിക്കൽ ഫിസിക്സ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഭൂമിയെക്കുറിച്ചുള്ള ഭൗതികശാസ്ത്ര പഠനമാണ് ജിയോ ഫിസിക്സ്. നമ്മൾ ജോഗ്രഫിയിൽ എന്താ പഠിക്കുന്നത്? ഭൂമിശാസ്ത്രത്തെക്കുറിച്ചാണ് നമ്മൾ ജോഗ്രഫിയിൽ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ഭൂമിയെക്കുറിച്ചുള്ള ഭൗതികശാസ്ത്ര പഠനം എന്ന് ആലോചിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നതാണ് ജിയോ ഫിസിക്സ്. അത് ശ്രദ്ധിക്കുക. അടുത്ത്, ഭൗതികശാസ്ത്രത്തെ നിയമങ്ങളെ ജൈവ പ്രതിഭാസങ്ങളിലേക്ക് പ്രയോഗിക്കുന്ന ശാസ്ത്രമാണ് ബയോഫിസിക്സ്. ജൈവം എന്ന് കേൾക്കുമ്പം തന്നെ ബയോഡൈവേഴ്സിറ്റി ആയിരിക്കും നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്നത്. അത് ഓർത്ത് തന്നെ വയ്ക്കുക. ബയോഫിസിക്സ് ആണ് ഭൗതികശാസ്ത്ര നിയമങ്ങളെ ജൈവ പ്രതിഭാസങ്ങളിലേക്ക് പ്രയോഗിക്കുന്ന ശാസ്ത്രമെന്ന് മനസ്സിലാക്കുക. അടുത്ത്, ചലനത്തെക്കുറിച്ചുള്ള പഠനമാണ് ഡൈനാമിക്സ് എന്ന് പറയുന്നത്. ചലനത്തെക്കുറിച്ചുള്ള പഠനത്തെയാണ് ഡൈനാമിക്സ് എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നതാണ് ഒപ്റ്റിക്സ്. ഒപ്റ്റിക്സ് എന്ന് പറയുന്നത് പ്രകാശത്തിൻ്റെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ചുള്ള പഠനത്തെയാണ് ഒപ്റ്റിക്സ് എന്ന് പറയുന്നത്. ഒപ്റ്റിക്സ് സാധാരണമായി ദൃശ്യമായ അൾട്രാ വയലറ്റുകളിലേക്കായിരിക്കും സ്വഭാവത്തെ വിവരിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഒപ്റ്റിക്സ് എന്താണ് പറയുന്നത്? പ്രകാശത്തിൻ്റെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ചുള്ള പഠനം. അടുത്ത് നമ്മൾ പറയുന്നതാണ് അക്വസ്റ്റിക്സ് എന്ന് പറയുന്നത്. എന്താണ് അക്വസ്റ്റിക്സ്? ശബ്ദത്തെക്കുറിച്ചുള്ള പഠനത്തെയാണ് അക്വസ്റ്റിക്സ് എന്ന് പറയുന്നത്. എന്താണ്? ശബ്ദത്തെക്കുറിച്ചുള്ള പഠനത്തെയാണ് അക്വസ്റ്റിക്സ് എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ പഠിക്കുന്നതാണ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. തെർമോ എന്ന് കേൾക്കുമ്പോൾ എന്താണ് നമ്മുടെ മനസ്സിൽ വരുന്നത്? ടെമ്പറേച്ചറിനെ കുറിച്ചാണ് തെർമോ എന്ന് കേൾക്കുമ്പോൾ വരുന്നത്. അതായത് താപവും ഊർജത്തിൻ്റെ മറ്റു രൂപങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള പഠനത്തെയാണ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. എന്താ പറയുന്നത്? താപവും ഊർജത്തിൻ്റെയും മറ്റു രൂപങ്ങളെ തമ്മിലുള്ള സ്വഭാവത്തെക്കുറിച്ചുള്ള പഠനമാണ് തെർമോഡൈനാമിക്സ്. അടുത്ത് നമുക്ക് എന്താണ് ആസ്ട്രോഫിസിക്സ് എന്ന് നോക്കാം. ആകാശഗോളങ്ങളുടെയും ഭൗതിക സ്വഭാവങ്ങളെയും കുറിച്ചുള്ള പഠനത്തെയാണ് ആസ്ട്രോഫിസിക്സ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ അന്തരീക്ഷത്തിലുള്ള ഓരോ ചലന സവിശേഷതകളെയും അതുപോലെ ഇവയുടെ സ്വഭാവത്തെ സംബന്ധിച്ചുള്ള പഠനമാണ് ഈ ആസ്ട്രോഫിസിക്സിൽ കൂടുതലുമായിട്ട് നമ്മൾ പഠിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ആറ്റങ്ങളുടെ ന്യൂക്ലിയസിലെ, ഒരാറ്റത്തിന് എന്തായാലും ന്യൂക്ലിയസാണ്, ആ ന്യൂക്ലിയസിലെ ഘടകങ്ങൾ, ഘടന, സ്വഭാവം എന്നിവയുമായി ബന്ധപ്പെട്ട പഠനത്തെയാണ് ന്യൂക്ലിയർ ഫിസിക്സ് എന്ന് പറയുന്നത്. എന്താണ്? ഒരാറ്റത്തിലെ
ന്യൂക്ലിയസിലെ ഘടകങ്ങൾ, ഘടനാ സ്വഭാവം എന്നിവയുമായി ബന്ധപ്പെട്ട പഠനം ന്യൂക്ലിയർ ഫിസിക്സ് എന്ന് പറയുന്നു. അടുത്ത ചോദ്യം നോക്കാം. ആറ്റത്തിൻ്റെ ഘടനയെക്കുറിച്ചുള്ള ഭൗതികശാസ്ത്ര പഠനത്തെയാണ് അറ്റോമിക് ഫിസിക്സ് എന്ന് പറയുന്നത്. ഒരു ആറ്റത്തിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ചുള്ള പഠനത്തെയാണ് അറ്റോമിക് ഫിസിക്സ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചത് ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൻ്റെ സ്ട്രക്ചറിനെയും ക്യാരക്ടറിനെയും കുറിച്ച് പഠിക്കുന്നതിനെയാണ് നമ്മൾ പഠിച്ചത് ന്യൂക്ലിയർ ഫിസിക്സ് എന്ന് പഠിക്കുന്നത്. ഇപ്പം രണ്ടും മാറിപ്പോവരുത്. അടുത്ത് ഇലക്ട്രോണുകളുടെ സ്വഭാവത്തെയും അവയെ നിയന്ത്രിച്ച് ഉപയോഗപ്രദമാക്കുന്നതിനെയും കുറിച്ചുള്ള പഠനത്തെയാണ് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത്. വസ്തുവിൽ പ്രയോഗിക്കുന്ന ബലങ്ങളെയും വസ്തുവിൻ്റെ സ്വഭാവത്തെയും കുറിച്ചുള്ള പഠനത്തെയാണ് മെക്കാനിക്കൽ ഫിസിക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ഒരു വസ്തുവായ നമ്മൾ ഓട്ടിക്കുന്ന നമ്മുടെ ബൈക്ക് എവിടെയെങ്കിലും വെച്ച് നിന്നു പോവുകയാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യുക? നമ്മുടെ ബലം ഉപയോഗിച്ച് അതിനെ ചലിച്ച് ഒരു മെക്കാനിക്കിൻ്റെ അടുത്ത് എത്തിക്കുന്നു. അപ്പോൾ ആ കുറിച്ച് പഠിക്കുക. അപ്പോൾ നമ്മൾ ബലങ്ങളെയും ആ വസ്തുവിനെയും ക്യാരക്ടേഴ്സിനെയും കുറിച്ചുള്ള പഠനത്തെയാണ് മെക്കാനിക്കൽ ഫിസിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളത് ആർക്കാണ് കൊടുക്കുന്നത്? മെക്കാനിക്കൽ. അപ്പോൾ നമ്മൾ ഈ ഒരു ഐഡിയ മറന്നു പോരുത്, നമുക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമസ്തേ.